ഹായ് ഫ്രണ്ട്സ്, അഖിൽ ശ്യാമ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഖിലും ശ്യാമയും ക്ഷേത്രത്തിലേക്ക് പോയി നന്നായി മടങ്ങി വരാൻ വേണ്ടി വസുന്ധരയും വർമ്മയും അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. വൈകുവാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും താമസിച്ച് നാളെ തിരിച്ചു വരൂ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ആദി പറയുന്നു അത് മതി, ധൃതി വെച്ച് ഓടി വരെയൊന്നും വേണ്ട, സാവകാശം വന്നാ മതി. എന്നാൽ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അപ്പച്ചി പറയുന്നുണ്ട്, അഖിലെ ദേ പാണ്ടി ലോറിയൊക്കെ ഒരുപാട് പോകുന്ന ഒരു റോഡാണ്, സൂക്ഷിക്കണം. ലോറി മുട്ടിയാൽ പപ്പടമാവും കാറ്. അപ്പച്ചി എന്താ ഇത് എന്ന് വർമ്മ ചോദിച്ചപ്പോൾ അപ്പച്ചി അല്ല, പൊതുവായ ഒരു കാര്യം പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. ആദ്യം അപ്പച്ചിയെ വഴക്ക് പറയുന്നു. എന്നാൽ അത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഐശ്വര്യ. ഇതെല്ലാം കണ്ടിട്ട് അമൃതയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ശ്യാമയും ഓരോരുത്തരോടായിട്ട് യാത്ര ചോദിക്കുന്നുണ്ട്. അപ്പച്ചിയോട് യാത്ര ചോദിച്ചപ്പോൾ അവിടെ നല്ല നെയ്പായസം കിട്ടും, വാങ്ങിക്കണേ എന്ന് അപ്പച്ചി പറയുന്നു. ചിരിച്ചുകൊണ്ട് വാങ്ങിക്കാന്ന് ശ്യാമയും. ശേഷം അമൃത വളരെ ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുന്നുണ്ട്. അമൃതയുടെ നിന്ന് സ്നേഹത്തോടെ ശ്യാമ അമൃതയുടെ അരികിലേക്ക് പോയി തോളിൽ കൈവയ്ക്കുന്നു. എന്നാൽ ദേഷ്യത്തോടെ ആ കൈ തട്ടി മാറ്റുകയാണ് അമൃത. എടുത്തി, ഞങ്ങൾ ഇറങ്ങാണ്. എടുത്തിയുടെ തെറ്റിദ്ധാരണകൾ മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അമൃത പറയുന്നുണ്ട്, തെറ്റിദ്ധാരണയോ? എന്റെ ധാരണ ശരിയായ ധാരണയാണ്. അനുഗ്രഹം വാങ്ങാൻ വന്നിരിക്കുന്നു, എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മുകളിലേക്ക് പോവുകയാണ് അമൃത. അത് ശ്യാമയെ വല്ലാണ്ട് വിഷമമുണ്ടാക്കി. ശേഷം കാണിക്കുന്നത് ഐശ്വര്യ അവർ രണ്ടുപേരെയും ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോയ കാര്യം ജഗന്നാഥനെ അറിയിക്കുന്നുണ്ട്. ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് വീട്ടിലെ പൂജയും കഴിഞ്ഞ് ഉടൻ തന്നെ താലി കെട്ടുണ്ട് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ജഗന്നാഥൻ പറയുന്നുണ്ട്, അവർ രണ്ടുപേരും കെട്ടില്ല, വലിയ അമ്പല വിശ്വാസികളല്ലേ, അതുകൊണ്ട് അവരുടെ അവസാനവും ആ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയായിരിക്കും. എന്താ അങ്കിൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട്, ഞാനും നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ആ അമ്പലത്തിനുള്ളിൽ തന്നെയാണ് രണ്ടുപേരുടെയും അവസാനം. ദൈവമായിട്ട് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന അവസരമാണിത്. അമ്പലത്തിൽ വെച്ച് എങ്ങനെയാണ് അവരെ അപകടപ്പെടുത്താൻ പോകുന്നത്? എളുപ്പമാണോ എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട്, ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ള അമ്പലമാണിത്. അതിനകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു അവസരം ഉണ്ടാക്കും ജഗൻ. ഐശ്വര്യ പറയുന്നുണ്ട്, അറിയാലോ, അവൾക്ക് എന്തോ ഒരു ശക്തിയുണ്ട്, അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അവളുടെ കൂടെയുണ്ട്. ജഗൻ പറയുന്നുണ്ട്, ഇത്തവണ ഒരു ദൈവത്തിന്റെ കൂട്ടം അവൾക്ക് കിട്ടില്ല, അവളുടെ കാര്യം ഞാൻ ഏറ്റു. അതിരിക്കട്ടെ, ശ്യാമയോടുള്ള അമൃതയുടെ പിടക്കം മാറിയോ? ഇല്ല, ആ വൈരാഗ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശ്യാമ ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി യാത്ര പറയാൻ ചെന്നിരുന്നു. പക്ഷേ അമൃത മൈൻഡ് ചെയ്തില്ല. കീരിയും പാമ്പും എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ടുപേരും എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ജഗൻ പറയുന്നുണ്ട്, അവർ രണ്ടുപേരെയും ഒരുമിക്കാൻ സമ്മതിക്കല്ലേ ഒരിക്കലും. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നോക്കണ്ട. ശ്യാമയ്ക്ക് ഇനി ഒരു ദിവസത്തെ ആയുസ്സും കൂടിയേ ഉള്ളൂ. അവളും അവനും തീർന്നു കിട്ടിയാൽ പിന്നെ അധികാരമൊക്കെ എന്റെ കയ്യിലാണെങ്കിൽ അങ്കിളിന് വാക്ക് തന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും എന്ന് ഐശ്വര്യ വളരെ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട്, എല്ലാം സാധിച്ചു കഴിയുമ്പോൾ വാക്ക് മാറരുത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്കിൾ, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. പിന്നെ SI ജയേഷിനെയും കൂടി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണ്ടേ, ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണ്ടേ എന്നും ഐശ്വര്യ പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട്, വേണ്ട, ഒരു അത്യാവശ്യം വരുമെങ്കിൽ അറിയിക്കാം. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് അഖിലും ശ്യാമയും ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവർ രണ്ടുപേരും പുറത്തു നിന്ന് തൊഴുന്നു. പെട്ടെന്ന് ശ്യാമ പറയുന്നുണ്ട്, പെട്ടെന്നൊരു സമാധാനം കിട്ടിയതുപോലെ മനസ്സിന്. അമൃതയെടുത്ത് ദേഷ്യം കാണിച്ചപ്പോഴുണ്ടായ സങ്കടങ്ങളൊക്കെ തീർന്നു പോയതുപോലെ. അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ജഗനും മായയും കൂടി പോകുന്നത്. നമുക്ക് ആദ്യം പോയി അർച്ചനകളൊക്കെ നടത്താമെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അവിടേക്ക് ഒരു മുത്തശ്ശി വന്നു. മോളെ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ ശ്യാമയും അഖിലിനെയും അടുത്തേക്ക് വിളിക്കുകയാണ് ആ മുത്തശ്ശി. ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത് അല്ലേ? ശിവപാർവതി പൂജ ചെയ്യാൻ വന്നതാണ് അല്ലേ, തടസ്സങ്ങളൊക്കെ നീക്കാൻ എന്നവർ പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ പറയുകയാണ് ശ്യാമ, അതെ. അമ്മ എവിടുന്നാ വന്നത് എന്ന് അമ്മ പറയുന്നുണ്ട്, ഞാനും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെയാണ് താമസം. അപ്പോൾ എന്നും തൊഴാൻ പറ്റുമല്ലോ, അതൊരു ഭാഗ്യം തന്നെയാണെന്ന് ശ്യാമ പറയുന്നുണ്ട്. പിന്നെ അമ്മയുടെ പേര് ചോദിക്കുന്നു. പിന്നെ അമ്മ പേരൊക്കെ പറയുന്നുണ്ട്. പൂജയ്ക്ക് പൈസ അടയ്ക്കേണ്ടത് എവിടെയാണെന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അതൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുന്നു. മോള് ശിവപാർവതി പൂജയല്ലേ ചെയ്യുന്നത്, അതിന്റെ കൂടെ സംഗീത പൂജയും കൂടി ചെയ്യുക എന്ന് അമ്മ പറഞ്ഞതും ശ്യാമ എന്താണെന്ന് എടുത്തു ചോദിക്കുന്നു. അല്ല, മോളുടെ ശബ്ദം കേട്ടപ്പോൾ ഒരു പാട്ടുകാരിയുടെ സ്വരം പോലെ തോന്നിയതാവാം. പക്ഷേ ഉള്ളിൽ സംഗീതമുണ്ടെങ്കിൽ ഭഗവാന്റെ സന്നിധിയിൽ സംഗീതം ആലപിച്ചോളൂ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ പരസ്പരം സന്തോഷത്തോടെ നോക്കുകയാണ് അഖിലും ശ്യാമയും. അമ്മയ്ക്കും കേൾക്കാലോ, മക്കൾ ചെന്നോളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അവരെ പറഞ്ഞു വിടുകയാണ് മുത്തശ്ശി.
ശേഷം കാണിക്കുന്നത് വളരെ സ്പീഡിൽ തന്നെയാണ് ജഗൻ വണ്ടി ഓടിച്ചു പോകുന്നത്. ആ സമയം അമ്പലത്തിൽ രണ്ടുപേരും കൂടി നിൽക്കുന്നു. അപ്പോൾ അഖിൽ പറയുന്നുണ്ട് താൻ ഇവിടെ സംഗീതം ആലപിക്കണമെന്ന്. ശ്യാമ വേണ്ട എന്ന് പറയുന്നുണ്ട്. ആ അമ്മ വെറുതെ പറഞ്ഞതായിരിക്കും, പക്ഷേ ഞാൻ അത് കാര്യമായി എടുത്തു കഴിഞ്ഞു എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, സർ ഞാൻ പാടുമെന്നുള്ള കാര്യം മറ്റാരും അറിയാതെ വെച്ചേക്കാണ്. ഏയ് ശിവപാർവതിമാർക്ക് വേണ്ടിയാണ് പാട്ട് പാടുന്നത്. അവർക്കറിയാം കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. കൃഷ്ണ തുളസിയുടെ പാട്ട് കൃഷ്ണ തുളസിയായിട്ട് തന്നെ താൻ പാടണം എന്ന് അഖില് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, വേണ്ട സർ, ആരെങ്കിലും കേട്ടാ പിന്നെ തീർന്നു. താൻ ഇങ്ങോട്ട് വാടോ, ഇവിടെ നമ്മളെ അറിയാവുന്നത് ആരുമില്ല എന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയുമായി പോകുന്നു. ഇതേ സമയം അമൃത മുറിയിൽ പിന്നെയും ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. അവിടേക്ക് ഐശ്വര്യയും അപ്പച്ചിയും കൂടി എത്തി. അമൃതയെടുത്തി സമ്മതിച്ചിരിക്കുന്നു. അമൃതയെടുത്തി സമ്മതിച്ചു എന്നൊക്കെ ഐശ്വര്യ വളരെ സന്തോഷത്തോടെ അമൃതയോട് പറഞ്ഞപ്പോൾ അമൃത പറയുന്നുണ്ട്, ഐശ്വര്യ ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ പ്ലീസ്. ഇനി ഏട്ടത്തിയെ ഒറ്റയ്ക്ക് വിടുന്ന പ്രശ്നമേ ഇല്ല. ഏട്ടത്തിയുടെ മനസ്സ് വിഷമം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളും കൂടെ തന്നെ കാണും. അപ്പച്ചിയും സമാധാനിപ്പിക്കുന്നുണ്ട്, ഞങ്ങളുണ്ട് കൂടെ. മോളുടെ അപ്പച്ചിയുണ്ട്, ഐശ്വര്യയുണ്ട്, പിന്നെ ആ ജയന്തിയിലെ അവളും ഉണ്ട്. ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. അമൃതയിടത്തേക്ക് ശ്യാമയോട് ആകെ ദേഷ്യമാണെന്ന് മനസ്സിലായി. അല്ല അങ്ങനെ സംഭവിക്കോ? കള്ളം ഒരുപാട് നാള് മൂടി വെക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞതും ദേഷ്യത്തോടെ അവിടെ നിന്നും എണീക്കുകയാണ് അമൃത. എടുത്തി ഞാൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കാണ്. എന്താണ് ശ്യാമ അമൃത എടുത്തിയോട് കാണിച്ചത്? കാര്യം പറയാം അമൃത എടുത്തി. എന്തായാലും നമ്മളിപ്പോ ഒറ്റക്കെട്ടാണ്, ഇനി എന്നോട് പറയേ. ശ്യാമ അമൃത എടുത്തിയോട് എന്താണ് ചെയ്തത് എന്ന് ആവർത്തിച്ച് ഐശ്വര്യ ചോദിച്ചപ്പോൾ വളരെ ദേഷ്യത്തോടെ അമൃത പറയുന്നുണ്ട്, എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കാണ്. മോളെ പറ്റിച്ചിട്ടില്ല, കൂടെ നിൽക്കാനേ നോക്കിയിട്ടുള്ളൂ എന്നെ അപ്പച്ചി പറഞ്ഞതും വളരെ ദേഷ്യത്തോടെ അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയാണ് അമൃത. ക്ഷേത്ര ദർശനം പോലും ഇങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് എന്താണ് ആർക്ക് പ്രയോജനം? ഐശ്വര്യ പറയുന്നു. അമൃതയെടുത്ത് പറയുന്നത് ശ്യാമയെ കുറിച്ചാണെന്ന് മനസ്സിലായി. കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഏടത്തിയുടെ മനസ്സ് വേദനിപ്പിച്ച അവളോട് ഞാൻ പകരം ചോദിക്കും. എനിക്ക് വേണ്ടി ആരും പകരം ചോദിക്കേണ്ട എന്ന് വളരെ ദേഷ്യത്തോടെ അമൃത പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും പറയുന്നു. എന്നെ തോൽപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. എനിക്ക് ഒറ്റയ്ക്കൊന്ന് ഇരിക്കണം. ഓക്കെ അമൃതയെടുത്തി വിശ്രമിച്ചോ, അപ്പച്ചി വന്നോ, അമൃതയെടുത്തി വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ അപ്പച്ചിയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. വളരെ ദേഷ്യത്തോടെ അവിടെ കിടന്ന് അലറുകയാണ് അമൃത. ചെങ്കൽ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയിരിക്കുന്നു, പോയിട്ടിങ്ങ് വരട്ടെ. പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ഐശ്വര്യയും അപ്പച്ചിയും തമ്മിൽ വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്, അപ്പച്ചി ഞാനൊരു ശപഥം ചെയ്തില്ലേ, അവരെ തമ്മിൽ പിരിക്കുമെന്ന്. ആ ശപഥം ഫലിക്കുന്നത് കണ്ടില്ലേ, സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് അപ്പച്ചിയും പറയുന്നുണ്ട്. ശ്യാമയുടെ പൂജയും ഭക്തിയും ഇനി അമൃത തീർത്തു കൊടുത്തോളും. അവരുടെ ക്ഷേത്രത്തിൽ തന്നെ അതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നും ഐശ്വര്യ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അഖിൽ ശ്യാമയെക്കുറിച്ച് അവിടുത്തെ ആൾക്കാരോട് പറയുന്നുണ്ട്, ഇവിടെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു പാട്ട് പാടണം, ഒരു പുണ്യമായ പ്രവൃത്തിയല്ലേ, പാടിക്കോളാൻ അദ്ദേഹവും പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണതുളസി പാടിയ പാട്ട് തന്നെ ശ്യാമ ഇപ്പോൾ കൃഷ്ണതുളസിയായിട്ട് അവിടെ ആലപിക്കുന്നുണ്ട്. ആ ഒരു പാട്ട് കേട്ട് എല്ലാവരും അവിടെ കൂടുന്നു. ആ പാട്ട് കേട്ട് അമ്മ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. അവിടെ കൂടി നിന്ന ആൾക്കാരൊക്കെ ശ്യാമയുടെ പാട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവരോട് താങ്ക്സ് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്യാമയും അഖിലും. എനിക്ക് ഈ ലോകം തന്നെ കീഴടക്കിയ സന്തോഷത്തിൽ നിൽക്കുകയാണ്, ആകാശത്തിലൂടെ പറന്ന് നടക്കുന്നത് പോലെ. സാറ് കാരണമാണ് ഇപ്പോൾ ഞാൻ പാടിയതെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട്, ഞാൻ കാരണമല്ല, ആ അമ്മ കാരണമാണ് താനിപ്പോ ഇവിടെ പാടിയത്. അല്ല, ആ അമ്മ എവിടെ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട്, അമ്പലത്തിൽ എന്തെങ്കിലും കാര്യത്തിന് പോയതായിരിക്കും, ആദ്യം നമുക്ക് തൊഴാം. ആ സമയത്താണ് ജഗനും മായയും അവിടേക്ക് എത്തിയത്. അവർ രണ്ടുപേരും ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നു. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണുമെന്ന് പറഞ്ഞ് അവിടെയൊക്കെ അവരെ അന്വേഷിക്കുകയാണ് ജഗനും മായയും. അപ്പോഴാണ് ആ അമ്മ ജഗനെയും മായയെയും കാണുന്നത്. അതിലെന്തോ പന്തിയുണ്ട് അവർക്ക്, അതിലെന്തോ പന്തികേട് അവർക്ക് മണക്കുന്നു. ശ്യാമ തൊഴുതു നിൽക്കുന്നതിനിടയിൽ അമ്മയെ കാണുകയും അഖിലിനെ വിളിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. അമ്മ പറഞ്ഞതുപോലെ ഞാൻ ക്ഷേത്ര നടയിൽ പാടി, അമ്മ എന്നെ കണ്ടില്ലായിരുന്നോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ പാട്ട് കേട്ടു, ആ കൈയും കൊണ്ട് നീട്ടിക്കേ, ഈ ചരട് കയ്യിൽ കെട്ടിക്കേ. ചരടോ, എന്റെ ചരട് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇത് ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും, ആപത്തുകളിൽ ഒരു രക്ഷ കിട്ടും, രണ്ടുപേരും കെട്ടിക്കോളൂ. അല്ല അത് എന്നൊക്കെ പറഞ്ഞ് അഖിൽ മടിച്ചു നിൽക്കുന്നു. മോളെ ആ കൈയും കൊണ്ട് നീട്ടിക്കേ, ഞാൻ കെട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെ ശ്യാമയുടെ കയ്യിൽ ആ ചരട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അഖിലിനും അത് കെട്ടിക്കൊടുക്കാന്ന് പറയുന്നുണ്ട്. എന്നാൽ അഖിൽ വേണ്ട എന്ന് പറയുന്നു. ശ്യാമയുടെ നിർബന്ധപ്രകാരം അതിന് സമ്മതിക്കുകയും അമ്മ തന്നെ അഖിലിന്റെ കയ്യിൽ അത് കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് പോകുന്നത് വരെ അഴിച്ചു മാറ്റരുത് എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നു. സർ, ആ അമ്മ എന്റെ കയ്യിലേക്ക് തൊട്ടപ്പോഴേ പറയാൻ കഴിയാത്ത ഒരു ഫീലായിരുന്നു. ഈ ദേഹം മുഴുവനും തണുപ്പ് വന്നതുപോലെ.
എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട്, എനിക്ക് അവരുടെ രീതികളൊക്കെ അത്ര ഇഷ്ടമാവുന്നില്ല. അന്ന് നിന്നെ പറ്റിച്ചില്ലേ ഒരു സന്യാസി, അവരുടെ ആരോ ആണ് ഇത്. ഏയ് എനിക്ക് അങ്ങനെ തോന്നില്ലെന്ന് ശ്യാമ പറയുന്നു. വൈകുന്നേരം ഇവര് മടങ്ങാൻ സമയമാവുമ്പോഴായിരിക്കും കാശും ചോദിച്ചു വരുന്നത്. താൻ ആ ചരടങ്ങ് ഊരി മാറ്റിക്കേ, ഇത് നമ്മളെ മണ്ടരാക്കിയതാണെന്ന് അഖിൽ പറയുന്നു. സാർ വേണ്ട, എന്തായാലും അവർ നമുക്കിത് കെട്ടി തന്നതല്ലേ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. എന്നാൽ അഖിൽ ആ ചരട് അഴിച്ചു മാറ്റുന്നു. ഇവിടെ ആരാണ് നമുക്ക് ശത്രുക്കളെന്നും ചോദിച്ചുകൊണ്ട് താനും ആ കയ്യിലെ ചരട് അഴിച്ചു മാറ്റാൻ അഖിൽ നിർബന്ധിക്കുന്നുണ്ട്. ശ്യാമ പറയുന്നുണ്ട്, അത് വേണ്ട സാർ, ഇത് എന്റെ കയ്യിലേക്ക് കിടന്നോട്ടെ, ഇത് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ അഴിച്ചോളാം. വേണ്ടടോ, ഞാൻ അഴിച്ചു തരാമെന്ന് പറഞ്ഞ് ശ്യാമയുടെ കയ്യിലുള്ള ആ ചരട് അഖിൽ അഴിച്ചു കൊടുക്കുന്നു. അന്ന് അമ്പലത്തിൽ സന്യാസി നിന്നെ പറ്റിച്ചതിന് ശേഷം ഇങ്ങനെയുള്ളവരെ എനിക്ക് പിടിക്കുന്നില്ല എന്ന് അഖിൽ പറയുന്നുണ്ട്. അവരെ അവിടെ മുഴുവനും അന്വേഷിക്കുകയാണ് മായയും ജഗനും. ആ ശിവലിംഗത്തിന്റെ അടുത്ത് നമുക്ക് അവരെ കാത്തിരിക്കാം, രണ്ടിന്റെയും അവസാനം അവിടെ വെച്ചായിരിക്കുമെന്ന് മായ ജഗനോട് പറയുന്നുണ്ട്. ആ ചരടാണെങ്കിൽ ഊരിക്കളഞ്ഞിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് വലിച്ചെറിയുകയാണ് അഖില. എന്നിട്ട് ശ്യാമയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് പോകുന്നു. ശിവലിംഗത്തിന്റെ അടുത്തേക്കാണ് അവരും പോകുന്നത്. രാത്രിയായി. ഇത് എത്ര നേരമെന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്ന് മായ പറഞ്ഞപ്പോൾ, ഏതായാലും ഈ വഴിക്ക് വരാതിരിക്കില്ല, മായ എവിടെ നിൽക്ക് എന്ന് ജഗൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ശ്യാമയും അഖിലും അതുവഴി വരുന്നത്. അത് ജഗൻ കാണുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.